വരാനിരിക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാടി സഖ്യം വരുമെന്നും ഉദ്ധവ് താക്കറെക്ക് ആ സർക്കാരിന്റെ മുഖ്യമന്ത്രിയാകാമെന്നും ശിവസേനയുടെ താക്കറെ വിഭാഗത്തിൽ നിന്നുള്ള രാജ്യസഭാ MP സഞ്ജയ് റാവത്ത് പ്രസ്താവന നടത്തിയിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ മുന്നണിയിൽ ചർച്ച നടക്കെ പരസ്യ പ്രതികരണം സഞ്ജയ് റാവത്ത് നടത്തിയതിൽ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ നാനാ പട്ടോളയ്ക്ക് കടുത്ത അതൃപ്തിയുണ്ട്. നാനാ പട്ടോളെ പറഞ്ഞത് തന്നെയാണ് അതിന്റെ ശരിയും. സീറ്റ് വിഭജനം പോലും പൂർത്തിയാകാതെ ഇത്തരത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഏകപക്ഷീയമായി നടത്തിയത് എന്തുകൊണ്ടും ശരിയല്ല. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ നടന്ന ചർച്ചയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉദ്ധവ് താക്കറെ തന്നെയായിരിക്കുമെന്നത് ഏതാണ്ട് ധാരണയായതായി വാർത്തകൾ പുറത്തു വന്നതാണ്. എന്നിരുന്നാലും മുന്നണിയിൽ തീരുമാനമാകാതെ അത് പരസ്യമായി പറഞ്ഞത് ശരിയല്ല. ഈ വിഷയത്തിൽ നാനാ പട്ടോളയോട് അഭിപ്രായം ചോദിച്ച മാധ്യമങ്ങളോട് അദ്ദേഹം ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. ശരത് പവാറോ ഉദ്ധവ് താക്കറെയോ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞാൽ താനും അഭിപ്രായം പറയും, അല്ലാതെ മറ്റാരെങ്കിലും അവരുടെ ആഗ്രഹം തുറന്നു പറഞ്ഞാൽ അതിൽ താൻ അഭിപ്രായം പറയേണ്ടതില്ല എന്നതാണ് നാനാ പട്ടോളെ പറഞ്ഞിരിക്കുന്നത്. ഈ വിഷയത്തിൽ മറ്റൊരു പ്രതികരണം കൂടി സഞ്ജയ് റാവത്തിന്റെ ഭാഗത്തു നിന്നും വന്നിരുന്നു. മുഖ്യമന്ത്രി മുഖമായി കോൺഗ്രസിനെ ആരെയെങ്കിലും ഉയർത്തി കാണിക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് അത് പറയണം, തങ്ങളത് സ്വാഗതം ചെയ്യും എന്നതാണ്. മാത്രമല്ല, താൻ പറയുന്നത് മഹാരാഷ്ട്രക്ക് പ്രിയപ്പെട്ട ഒരു മുഖത്തെക്കുറിച്ചാണ്, 11 കോടി ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന മുഖത്തെക്കുറിച്ചാണ് താൻ പറഞ്ഞത്. കോൺഗ്രസിന് അതല്ലാതെ മറ്റൊരു മുഖമുണ്ടെങ്കിൽ തുറന്ന് പറയുമെന്നതാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഈ വിഷയത്തിൽ മറ്റു പ്രതികരണം നടത്താൻ എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ തയ്യാറായിട്ടില്ല. വളരെ സംയമനത്തോടെയാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഉദ്ധവ് താക്കറെ തന്നെയായിരിക്കും ഇന്ത്യ മുന്നണിയുടെ അല്ലെങ്കിൽ മഹാവികാസ് അഘാടി സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളത്. കൂടുതൽ സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുമെന്നും ധാരണയായതായിട്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത്.